വില്ലാളി വീർ എന്ന സിനിമയുടെ ഡയറക്ടർ സുധീഷ് ശങ്കറാണ് മാരീസൻ എന്ന സിനിമ ഡയറക്ടർ എന്ന് ഓർത്തപ്പോൾ ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. അത്രയധികം മെച്ചപ്പെട്ടു ഒന്നുമല്ല, വെരി ഗുഡ് വർക്ക്. കള്ളനായ ഫഹദ് ഫാസിലും ആൽസൈമസ് പേഷ്യന്റായ വടിവേലയുടെ ഒരു റോഡ് ട്രിപ്പാണ് ഈ ഒരു സിനിമ. സ്പോയിലേഴ്സ് ഉള്ള റിവ്യൂ ആണ്, സോ ജാഗ്രത. ഫസ്റ്റ് ഹാഫ് ഭയങ്കര സ്ലോ ആണെങ്കിലും അവിടെയും ഒരു രസമുണ്ടായി. ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ ഭയങ്കര രസത്തോടെയാണ് ഇവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഓരോ സീൻസും സീക്വൻസസ്, ഇവരുടെ ഡയലോഗ്സ്, ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻസ് എല്ലാം നമുക്ക് ഭയങ്കര വിശ്വസിക്കാൻ പറ്റും. ഭയങ്കര ഓർഗാനിക്കലാണ് എഴുതിയിരിക്കുന്നത്. വെരി വെൽ റിട്ടൺ ബൈ വി കൃഷ്ണമൂർത്തി. ഫസ്റ്റ് ഹാഫിന്റെ ഇന്റർവെൽ പോർഷൻ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും പടത്തിന് ഇത് ഇങ്ങനെ മാത്രമല്ല പോകുമ്പോൾ എന്തോ വരാൻ കിടക്കണ്ടെന്ന്. പക്ഷെ എന്നാൽ പോലും ഈ സിനിമയുടെ എക്സിക്യൂഷൻ ഭയങ്കര നോർമലൈസ് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് നമുക്കൊരു സാധാ സിനിമ കാണുന്ന ഒരു അനുഭവമേ കിട്ടുള്ളൂ. പക്ഷെ സിനിമയുടെ ഇന്റർവെൽ പോയിന്റ് മുതൽ പാടത്തിന്റെ കളി മാറി തുടങ്ങും. ഇന്റർവെൽ പോയിന്റ് ശരിക്കും ഒരു ക്യൂരിയോസിറ്റി, ഒരു ഇൻട്രസ്റ്റ് ആണ് വരുത്തിയത്. ഈ ഇന്റർവെൽ പോയിന്റ് ശേഷമാണ് പടം ശരിക്കും ഒരു ഓഡിയൻസ് ടെസ്റ്റ് പാസ് ആവേണ്ടത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫ് ഏകദേശം ഒരു നമ്മുടെ മഹാരാജ ആണ്, വിജയ് സേതുപതിയുടെ മഹാരാജ സിനിമയുടെ ഒരു നറേഷൻ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാരാജ സിനിമ കണ്ടവർക്ക് ചിലപ്പോൾ സെക്കൻഡ് ഹാഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അവിടെ പോലും നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സംഭവം ഉണ്ട്, അതാണ് വടിവേലു. ഇപ്പൊ ആ ഒരു റോളില് ഏതെങ്കിലും ഒരു നോർമൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ആക്ടർ ആയിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു പുതുമ ഫീൽ, ഒരു റിഫ്രഷിങ് ഫീൽ കിട്ടില്ല. ഇവിടെ ഇത് വടിവേലു ചെയ്തുകൊണ്ടാണ് നമുക്കൊരു ഭയങ്കര വാവ് ഫാക്ടർ തോന്നിയത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം കുറെ കോമിക്കൽ ക്യാരക്ടേഴ്സ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ആക്ടർ ഒറ്റയടിക്ക് ഒരു സീരിയസ് ക്യാരക്ടർ, ഒരു സോഷ്യലി റിലവന്റ് ആയ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അതെങ്ങനെ ആ ക്യാരക്ടറിനെ പെർഫോം ചെയ്യും, എങ്ങനെ ആ ഒരു സീൻ പെർഫോം ചെയ്യുന്ന ഒരു കൗതുകം നമ്മുടെ അകത്ത് ഇങ്ങനെ വളരും. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം. ആൻഡ് വടിവേലു വേറെ ലെവലായിട്ട് ചെയ്തിട്ടുണ്ട്. മർസൽ എന്ന സിനിമ മുതലാണ് ഈ ഒരു ആക്ടറിന്റെ വളർച്ച തുടങ്ങിയത്. പിന്നീട് മാമനൻ, പിന്നെ ഇപ്പൊ മാരീസൻ. ഫഹദ് ഫാസിൽ ആസ് യൂഷ്വൽ വളരെ വൃത്തിക്ക് തന്നെ ആ ഒരു കിട്ടിയ വേഷം ചെയ്തിട്ടുണ്ട്. സോ ഈ രണ്ട് ആക്ടേഴ്സിന്റെ പെർഫോമൻസ് സിനിമയുടെ വലിയൊരു പോസിറ്റീവ് ഫാക്ടർ തന്നെയാണ്. പിന്നെ ക്ലൈമാക്സിലെ അത്യാവശ്യം ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ നമുക്ക് ഒട്ടും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒന്നായിരുന്നു. അതൊക്കെ വലിയൊരു സർപ്രൈസിങ് ഫാക്ടർ തന്നെയായിരുന്നു. പിന്നെ ക്ലൈമാക്സും ഒരു അടിപൊളി നോട്ടിൽ തന്നെയാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും. ഏതായാലും സുധീഷ് ശങ്കർ എന്ന ഡയറക്ടറെ കിഡിലൻ ഗംഭീര തിരിച്ചുവരവ് തന്നെയാണ് മാരീസൻ എന്ന സിനിമ. ഏതായാലും പണി പഠിച്ചു തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അത് എല്ലാവരും അറിയിച്ചിരിക്കുകയാണ്. നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു സ്ലോ ബേണിംഗ് ത്രില്ലറാണ്. അത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്ന അറിയില്ല. വളരെ പയ്യെ സമയമെടുത്താണ് പടത്തിന്റെ കഥ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു എഴച്ചലും ആ ഒരു ലെങ്ത്തും എത്ര പേർക്ക് കണക്ട് ആവുമെന്ന് അറിയില്ല. ഇത് ജസ്റ്റ് ഒന്ന് അറിയിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ഒരു ഇമോഷണൽ ഫ്ലാഷ് ബാക്ക് ഉണ്ട്, ഒരു അമ്മയും മോളുടെയും. അതും ഈ ഒരു ഇമോഷണൽ ഫ്ലാഷ് ബാക്ക് നമുക്കൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിലെ പെർഫോമൻസും കൂടെ ഭയങ്കര അടിപൊളിയായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം. പക്ഷെ ഇതിലെ പെർഫോമൻസ് ഭയങ്കര ഓവറും ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഒരു കണക്ഷൻ ഫീൽ, ആ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തില്ല തന്നെ സത്യം. അതേപോലെ തന്നെ മഹാരാജ എന്ന സിനിമയിൽ സേതുപതിയുടെ ആ ഒരു റീസൺ അത് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായി. ഈ ഒരു സിനിമയിൽ ആ റീസൺ ഒട്ടും കൺവിൻസിങ് ആയിരുന്നില്ല. എത്ര ചിന്തിക്കാൻ നോക്കിയാൽ പോലും അതൊട്ടും അത്ര കണക്ട് ആവുന്ന രീതിയിലല്ല അത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതൊരു യാത്രാ സിനിമ കൂടെ ആയതുകൊണ്ട് ആ ഒരു ബ്യൂട്ടിഫുൾ വിഷ്വൽസ് തന്നെയായിരുന്നു ഈ സിനിമയുടെ. ഇവൻ ശങ്കരാചാര്യയുടെ മ്യൂസിക്കും വളരെ നന്നായിരുന്നു. ഓവറോൾ കുറച്ച് ഫ്ലോസ് ഒക്കെ ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ ഒരു കിടിലൻ പടം തന്നെയാണ് മാരീസൻ. തിയേറ്ററിൽ വേർത്ത വാച്ച് തന്നെയാണ്.